ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൈസക്കുട്ടീൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കണ്ടാലോ. ജസ്റ്റ് ഒന്ന് ഓവർ എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ. നമുക്കിന്ന് ഹൈസക്ക് 6 മാസം കൂടുമ്പോഴുള്ള വൈറ്റമിൻ എ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ മദ്രസയിലൊന്ന് കൊണ്ടുപോകാനുണ്ട് കേട്ടോ. കാരണം എല്ലാ മന്തിലും അവിടെ ഉണ്ടാവാറുണ്ട് ഒരു ക്യാമ്പ് പോലെ. അപ്പോൾ അവിടെ പോയാൽ പിന്നെ നമ്മൾ കൊളത്തൂർ ഹോസ്പിറ്റലിൽ എത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ശാന്തേച്ചി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോളുടെ ഡേറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും അതൊന്ന് കൊണ്ടുപോയി കൊടുത്താൽ അത് അവിടെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഹൈസനെ ഞാൻ എൻ്റെ കൂടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. നേരെ പിന്നെ ഓഫീസിലെത്തി പിന്നെ ഫൈമ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ ഹൈസാപ്പൂനായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. 12 മണിക്കാണ് തന്ന ടൈം. അപ്പോൾ പിന്നെ ആ സമയത്ത് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബേബി കാർഡും എടുത്തിട്ടുണ്ട്, അമ്മയും കുഞ്ഞും കാർഡും എടുത്തിട്ടുണ്ട്. രണ്ടും എടുത്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇനി എന്തിലാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോട്ടെ. അങ്ങനെ ഹൈസാപ്പൂ ഒക്കെ റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമ്മൾക്കൊരു അയൽവാസിൻ്റെ ഒരു മരണമുണ്ട്. അപ്പോൾ വലിയമ്മച്ചും ഉമ്മച്ചൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ചങ്ങ് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹൈസാപ്പൂ മോൾ നേരെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ പിന്നെ തന്നെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മഴ പെയ്ത്. അപ്പോൾ പിന്നെ അകത്തേക്ക് തന്നെ കയറി പിന്നെ ഒരു കുടയൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്ന് വെച്ച് മറന്നു പോകും. അതൊരു ശീലമായി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നേരെ നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ഓഫീസിലേക്കാണ് പോയത്. അവിടുന്ന് കഴിഞ്ഞ് സമയമായപ്പോൾ നേരെ മദ്രസേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ ശാന്തേച്ചും കൂടെ ഒരു അസിസ്റ്റൻറ്റും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഡോക്ടറും പിന്നെ സിസ്റ്റർമാരൊക്കെ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡോക്ടർ വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഓരോരുത്തർ വന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഡോക്ടർ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മക്കൾ മുതൽ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടും മോളും എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓരോരുത്തരിങ്ങനെ വന്നത്. പിന്നെ ഹൈസക്കൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മിഷോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണ് വിളിച്ചത്. എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഹൈസനെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാട്ടോ നമ്മുടെ ഡോക്ടർ വരുന്നേ ഉള്ളൂ. നമ്മുടെ ജീപ്പ് ഇങ്ങനെ വരുന്നത് ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഡോക്ടറും എത്തിക്കഴിഞ്ഞ് ഇനി നമുക്കെല്ലാം ചടപടേന്ന് അങ്ങ് നോക്കണം. എന്താണെന്ന് വെച്ചാൽ നേരെ എല്ലാ ഹൈസനെയും വേഗം ശുഭിമോളെ കയ്യിൽ കൊടുത്തിട്ട് വേണം എനിക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഡോക്ടർ മാഡം എത്തിയിട്ടുണ്ട്. മാഡം സിസ്റ്റേഴ്സൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സാണ് കേട്ടോ. അവർ നമുക്ക് എന്തൊരു ഹെൽപ്പിന് വേണമെങ്കിലും എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യം ചോദിച്ചാലും റെഡിക്ക് അങ്ങ് പറഞ്ഞു തരും. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് കാര്യമുണ്ടായി. ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു, മാഡത്തിന് ഇപ്രാവശ്യം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തതാണ്, എല്ലാ പ്രാവശ്യവും മാഡം ഞങ്ങളെ വെയിറ്റ് ചെയ്യലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ലൊരു സന്തോഷത്തോടു കൂടിയിട്ടോ. ഞാൻ രണ്ടാമത്തേതായിരുന്നു. ഒരാൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പുസ്തകം അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. അങ്ങനെ ശാന്തേച്ചി പേരൊക്കെ വിളിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയി. പിന്നെ ഇവരെ ആ ഒരു ഒരുക്കങ്ങളുണ്ടല്ലോ, സാധനം വെയിങ് മെഷീനും മറ്റേ സിറിഞ്ച് അങ്ങനത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കാണിച്ച്, ചില കുട്ടികൾക്ക് ജലദോഷം അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വാക്സിൻ എടുക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറോട് പറയുന്നൊക്കെ ഉണ്ട് ഓരോരുത്തർ. അപ്പോൾ കുഴപ്പമില്ലാത്ത കേസൊക്കെ ആണെങ്കിൽ ഡോക്ടർ വേഗം ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഹൈസാപ്പൂൻ്റെ പേരൊക്കെ കൊടുത്ത് മാഡം നമ്മുടെ സിസ്റ്റർ പേരൊക്കെ എഴുതിയെടുക്കും. പിന്നെ അതുപോലെ തന്നെ വെയിറ്റും അതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അയൽവാസി കുട്ടിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോളാണ്. അധികം അങ്ങനെ കാണാറില്ല. ഇപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹൈസൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഹൈസ മരുന്നൊക്കെ കുടിച്ച് ഞാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഹൈസ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഹൈസ ഒന്ന് ഉഷാറായത്. എന്തായാലും ആ ഒരു പ്രോസസ്സ് ഈ മാസത്തെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 6 മാസത്തിന് ശേഷമല്ല, അത് അന്നേരം നോക്കാം. ടാറ്റാ.